നിങ്ങൾ ഇല്ലാത്ത അന്ന് അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അതെന്താ അല്ലല്ല, അത് അങ്ങനെ നിങ്ങൾക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം, അങ്ങനെ നിങ്ങൾക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം, അങ്ങനെ അത്രേ ഉള്ളു. ചേട്ടൻ എന്നെ ഇനി ദേശാഭിമാനി വീണ്ടും വായിപ്പിക്കല്ലേ. നിങ്ങൾ കൊടുക്കുന്ന വാർത്തകളല്ല എനിക്ക് ഞാൻ മറുപടി പറയണ എന്തിനാ? നിങ്ങളൊക്കെ എന്തെല്ലാം വാർത്തകൾ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം ഈ രാജ്യത്ത് കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സകലർക്കും നോക്കാനും പരിശോധിക്കാനും കാര്യങ്ങൾ ഭംഗിയായി മാത്രവും കൃത്യതയോടെയും നടക്കുന്നുണ്ടോ എങ്കിൽ ഞങ്ങൾക്ക് മാർക്കിടാമെന്ന് പറഞ്ഞുകൊണ്ടാണ് വി ഡി സതീശൻ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. പച്ചയും ചുവപ്പും ഓറഞ്ചും ഒക്കെയായി പണി പൂർത്തിയാക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഓരോ നിറങ്ങളും നൽകിക്കൊണ്ട് ഞങ്ങൾക്ക് മാർക്കിടാമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതെ, വി ഡി സർക്കാർ പ്രഖ്യാപിച്ച 100 ദിന കർമ്മ പരിപാടി ഒരാളോട് പോലും കടക്ക് പുറത്ത് എന്ന് പറയില്ല. രാത്രിയുടെ മറവിൽ പെട്ടികളും സാധന സാമഗ്രികളും ഇറക്കി കള്ള ബില്ലുണ്ടാക്കുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് ചോദ്യങ്ങൾ പോരട്ടെ എന്ന് പറയുന്നത്. ഇന്ന് ചേർന്ന അടിയന്തര മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനങ്ങളെ മാധ്യമങ്ങളെ അറിയിക്കുമ്പോഴാണ് എനിക്കും എൻ്റെ മന്ത്രിമാർക്കും എൻ്റെ സർക്കാരിനും ഇനിയും നിങ്ങൾക്ക് മാർക്കിടാം എന്ന് പറയുന്നത്. സത്യത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതാദ്യമാണ്. ഒപ്പം തന്നെ വയനാട് ദുരന്തത്തെയും മുഖ്യൻ അഡ്രസ്സ് ചെയ്യുകയും ചെയ്തു. വേണ്ടതെല്ലാം അവിടെ ചെയ്യുന്നുണ്ട് എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ തന്നെ എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് മുൻപ് കേരളം ഭരിച്ച പിണറായി സർക്കാർ തുരങ്കപാതയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാരിന് മുന്നിൽ റിപ്പോർട്ട് സമർപ്പിച്ചതിനെ പറയാൻ മറന്നതുമില്ല. പണ്ടേക്ക് പണ്ടേ ഇത്രയും സെൻസിറ്റീവായ ഒരു മണ്ണിൽ ഇത് നടക്കില്ല എന്ന് താൻ പറഞ്ഞപ്പോൾ തന്നെ മണ്ണ് പരിശോധനകനാക്കി കളിയാക്കി, തന്നെ വികസന വിരുദ്ധനാക്കി മാറ്റി. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാമെന്നാണ് മുഖ്യമന്ത്രി അടിവരയിട്ട് പറയുന്നത്. അവിടെയും തീർന്നില്ല. അടുത്തത് വിഴിഞ്ഞത്തെ വിഷയത്തിൽ ആഞ്ഞടിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ദേശാഭിമാന പത്രം മുന്നിൽ വെച്ച് പിണറായിയെയും CPM-നുമെതിരെ ആഞ്ഞടിക്കുന്ന സതീശൻ എന്ന മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം വിസ്മയം തന്നെയായിരുന്നു. അതൊന്ന് കാണാം. നിങ്ങൾ ഇല്ലാത്ത അന്ന് അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അതെന്താ അല്ലല്ല, അത് അങ്ങനെ നിങ്ങൾക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം, അങ്ങനെ നിങ്ങൾക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം, അങ്ങനെ അത്രേ ഉള്ളു. ചേട്ടൻ എന്നെ ഇനി ദേശാഭിമാനി വീണ്ടും വായിപ്പിക്കല്ലേ. നിങ്ങൾ കൊടുക്കുന്ന വാർത്തകളല്ല എനിക്ക് ഞാൻ മറുപടി പറയണ എന്തിനാ? നിങ്ങളൊക്കെ എന്തെല്ലാം വാർത്തകൾ ഇതുപോലത്തെ എന്തെല്ലാം വാർത്തകൾ നിങ്ങളെല്ലാവരും കൊടുത്തു. എന്തെല്ലാം വാർത്തകൾ. ഓഹരി കൈമാറ്റം നടത്തിയില്ലേ, സതീശനും ബദാനിയുമായിട്ട് ബന്ധമില്ലേ എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങളുടെ ചാനലിലൊക്കെ ഉൾപ്പെടെ എല്ലാവരും വന്ന് വൈകുന്നേരം പറയണ്ടല്ലോ. I have made it very clear. This is a stand of the government. This is a stand of the cabinet. ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഈ ആരോപണം ഉന്നയിച്ചവരൊക്കെ തലയിൽ മുണ്ടിട്ട് പോയാൽ മതി. അത് രാഷ്ട്രീയ നേതാക്കളാണെങ്കിലും മാധ്യമപ്രവർത്തകരാണെങ്കിലും. അത് മനസ്സിലായില്ല, കാര്യം മനസ്സിലായില്ല. നിങ്ങൾക്ക് ഇത് സംബന്ധിച്ച ഒരു ചോദ്യം പോലും ഞാൻ ചോദിച്ചല്ലോ. ഈ ഗവൺമെന്റ് എന്ത് തെറ്റ് ചെയ്തു എന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്കൊരു ചോദ്യം പോലും ചോദിക്കാൻ പറ്റില്ല. എന്ത് തെറ്റാണ് ചെയ്തതെന്ന്. നിങ്ങളിത് ഞാൻ പറയട്ടെ, നിങ്ങൾ മൈക്രോസ്കോപ്പിക് ലെൻസുമായിട്ട് സർക്കാരിൻ്റെ പുറകെ നടക്കുക. ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഊതി വീർപ്പിക്കുകയാണ്. നിങ്ങൾ ഇല്ലാത്ത അന്ന് അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അതെന്താ അല്ലല്ല, അത് അങ്ങനെ നിങ്ങൾക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം, അങ്ങനെ നിങ്ങൾക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം, അങ്ങനെ അത്രേ ഉള്ളു. ചേട്ടൻ എന്നെ ഇനി ദേശാഭിമാനി വീണ്ടും വായിപ്പിക്കല്ലേ. ഞാൻ കറക്റ്റായിട്ട് മറുപടി പറയാം. എല്ലാ ദിവസവും അതിനൊന്നും മറുപടി പറയാൻ പറ്റില്ല. ഞാൻ ഓരോരുത്തരെ ഞാൻ മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് ഞാൻ മുഖ്യമന്ത്രി ആകുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമായിരുന്നോ? എനിക്ക് പോലും അറിയില്ലായിരുന്നു. ചുമ്മാ ഇതെല്ലാം എനിക്കറിയാം ഇത് എവിടെ നിന്നാണ് ഇത് ആരംഭിക്കുന്നതെന്ന്. ചില ചാനലുകളിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. അതാരാണ് ഇത്തരം ഗൂഢാലോചനകൾ നടത്തുന്നതെന്നൊക്കെ നന്നായി അറിഞ്ഞ് അത് നന്നായി ആസ്വദിച്ചിരിക്കുക. ഞാൻ കഴിഞ്ഞ ഒരാഴ്ച നിങ്ങളീ കൊടുത്ത വാർത്തകളൊക്കെ കണ്ട് ഞാൻ നിശബ്ദനാണ് മറ്റാണെന്നൊക്കെ നിങ്ങൾ പറയും, ആസ്വദിച്ചിരിക്കുക. ഞാനതുകൊണ്ടാണ് വന്ന് ചോദിച്ചത്, തൻ്റെ ഇടത്തോടു കൂടി നിങ്ങളോട് ചോദിച്ചത്, ഈ സർക്കാർ എന്ത് തെറ്റാണ് ഈ വിഴിഞ്ഞം പോർട്ടിൽ ചെയ്തതെന്ന്. ഒരു മറുപടി ഉണ്ടായില്ലല്ലോ ഒരാൾക്കും. ഇനി വേണമെങ്കിൽ ചെന്നിരുന്നിട്ട് എന്ത് വേണേലും പറഞ്ഞോ. പിന്നെ ഞാനാണ് ഇപ്പോൾ തീരുമാനങ്ങളെല്ലാം പ്രഖ്യാപിച്ചത് ഞാൻ ഒറ്റയ്ക്കാണോ? ഏത് തീരുമാനമാണ് ഞാൻ ഒറ്റയ്ക്ക് എടുത്തത്? ഒന്ന് ചോദിച്ചേ. ആ ചോദ്യത്തിനൊന്ന് മറുപടി പറ. ഏഷ്യാനെറ്റിൻ്റെ ലേഖനം ആ ചോദ്യത്തിന് മറുപടി പറ. നിങ്ങൾ പറയാണ്. അല്ലാതെ നോ ഞാൻ ഏത് തീരുമാനമാണ് ഒറ്റയ്ക്കെടുത്തതെന്ന് പറ. ഒരാളും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഉണ്ടാക്കുന്ന വാർത്തകളാ. അല്ലല്ല, ചോദിക്ക്. അരെ ഒരു തീരുമാനം അല്ലല്ല ഞാൻ ഒറ്റയ്ക്കെടുത്ത എൻ്റെ ചോദ്യം അതാണ്. ഞാൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനം ഏതാ?
നിങ്ങൾ പറയുന്നുണ്ട് ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഒരു തീരുമാനം എടുത്തിട്ടില്ല. നിങ്ങൾ ഇതൊക്കെ ഞാൻ ഇവിടെ നിങ്ങൾ CPM അല്ലല്ലോ. CPM നടക്കണ കാര്യം നിങ്ങൾ അന്വേഷിക്കും. നടക്കണ കാര്യം അതൊക്കെ ഇതിനൊക്കെ പ്രോസസ്സ് ഉണ്ടെന്ന് അതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. അവർക്ക് അല്ല, ഞാൻ ചോദിച്ചല്ലോ, ഈ സർക്കാർ എന്ത് തെറ്റാണ് അക്കാര്യത്തിൽ ചെയ്തത്? നിയമവിരുദ്ധമായിട്ടോ ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്തോ എന്ന് നമ്മൾ ചോദിച്ചല്ലോ. ആരോപണം ഉന്നയിച്ചവരെ കുറിച്ചാണ്, ഞാൻ അല്ലാത്ത മാധ്യമങ്ങളെ കുറിച്ചല്ല പറഞ്ഞത്. എന്ത് തെറ്റാണ് ചെയ്തതെന്ന്, ഈ സർക്കാർ എന്ത് തെറ്റ് ചെയ്തു എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് ഒറ്റയാൾക്ക് മറുപടിയില്ല. ഒരു ചോദ്യമില്ല. നിങ്ങൾക്ക് കിട്ടിയല്ല, തന്നല്ലോ നേരത്തെ. ദേശാഭിമാനിക്ക് നന്നായിട്ട് തന്നല്ലോ. ഇനിയും ചോദിച്ചു മേടിക്കല്ലേ എൻ്റെ കയ്യിൽ നിന്ന്. വേറെയും ദേശാഭിമാനി ഉണ്ട് എൻ്റെ അടുത്ത് 2025. വേറെ പറ. 2-3 ചോദ്യമായി. ഇനി എനിക്കൊരു ചോദ്യമുണ്ട് അങ്ങോട്ട്. ഈ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ, അതായത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് അവരുടെ ഷെയർ കൈമാറാൻ ഉള്ള ഈ നീക്കത്തിൽ ഈ സർക്കാർ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് നിങ്ങൾ ആരെങ്കിലും പറയണം. നിങ്ങൾ ചോദിച്ചു, എന്ത് തെറ്റാണ് ചെയ്തത്? ഈ സർക്കാർ എന്ത് തെറ്റാണ് ചെയ്തത്? അതാണ് എൻ്റെ ചോദ്യം. ആദ്യമായിട്ടാണ് മാധ്യമപ്രവർത്തകരോട് ചോദിക്കുന്നത്. ചോദിച്ചു 2, 3, 4 പേര് ചോദിച്ചോ, എന്നിട്ട് ഞാൻ മറുപടി പറയാം. എന്ത് തെറ്റാണ് സർക്കാർ ചെയ്തത്? അത് പറഞ്ഞല്ലോ, അത് അന്ന് ഞാൻ നിയമസഭയിൽ പറഞ്ഞല്ലോ, ഗവൺമെൻറ്റിന് ഇതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞ് അന്ന് വൈകുന്നേരം 5 മണിക്ക്. അല്ല, ചോദിക്കണം, ഇത് ചോദിക്കണം. ഞാൻ എൻ്റെ ചോദ്യത്തിന് മറുപടി പറയണം. ഞാൻ ആദ്യമായിട്ട് അങ്ങോട്ട് ചോദിക്കുക. അടുത്ത ചോദ്യം ചോദിച്ചു. ഇനി ഞാൻ പറഞ്ഞോട്ടെ, ഇനി ആർക്കെങ്കിലും ഉണ്ടോ? അല്ല, അതൊന്നും ഇനി എനിക്കൊരു കാര്യം കൂടി പറയട്ടെ. ഒരു വിഷയം വരുമ്പോൾ ആ വിഷയം ഞങ്ങളും പഠിക്കണം, നിങ്ങളും പഠിക്കണം. റിപ്പോർട്ട് ചെയ്യുന്നവർ ഒരു 60% മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഓഹരി കൈമാറ്റം നടന്നു എന്നാണ്. പറഞ്ഞു, റിപ്പോർട്ടർമാർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാണിച്ചത് എൻ്റെ കയ്യിൽ തെളിവുണ്ട്. ഓഹരി കൈമാറ്റം നടന്നു എന്ന്. ഒരു ഓഹരി കൈമാറ്റവും നടന്നിട്ടില്ല. ഓഹരി കൈമാറ്റം സംബന്ധിച്ച കൃത്യമായ വകുപ്പുകൾ കൺസെഷൻ എഗ്രിമെൻറ്റിലുണ്ട്. ഗവൺമെൻറ്റിൻ്റെ മുൻകൂർ അനുമതി ഇല്ലാതെ, കാരണം ഈ പോർട്ടിൻ്റെ ഓണർ എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. അവർ കൺസെഷൻ എഗ്രിമെൻറ്റിൽ ഡെവലപ്മെൻറ്റും ഓപ്പറേഷനും നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പാർട്ടി മാത്രമാണ്. മനസ്സിലാക്കിക്കൊള്ളാം. ഗവൺമെൻറ്റാണ് ഓണർ. ആ അതോറിറ്റി, അതായത് ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, ആ അതോറിറ്റിയുടെ അനുവാദം ഇല്ലാതെ അവിടെ 25% ഒരു ട്രാൻസ്ഫറും, അതായത് അവരുടെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. അതായത് കൺസെഷൻ എഗ്രിമെൻറ്റിലെ 5.3.1 വളരെ ക്ലിയറാണ്. പ്രിയോർ അപ്രൂവൽ ഓഫ് ദ ഗവൺമെൻറ്. ഞങ്ങൾ ഈ നിയമസഭയിൽ ആ നിയമസഭ കൂടി അന്ന് വാർത്ത വരുമ്പോഴാണ് അറിയുന്നത്. അപ്പം ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞത് വെറുതെയാണെന്നാണ് പറഞ്ഞത്. എനിക്കറിയാമെങ്കിൽ ഞാൻ പറയും എനിക്കറിയാം, പക്ഷേ അവരുടെ ലെറ്റർ വന്നിട്ടില്ല എന്ന് നിയമസഭയിൽ പറഞ്ഞാൽ പോരെ. എനിക്കറിയാം ഇവരിങ്ങനെ നടപടി നടക്കുന്നത്, എനിക്കറിയാം. പക്ഷേ അവർ മുൻകൂർ അപ്രൂവലിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് കത്ത് തന്നിട്ടില്ല. കത്ത് വരുമ്പോൾ ഞങ്ങൾ പരിശോധിക്കുമെന്ന് പറഞ്ഞാൽ പോരെ. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ല, കാരണം ഞങ്ങൾ വന്നിട്ട് എത്ര ദിവസമായി? ഞങ്ങൾ വന്നിട്ട് കുറച്ച് ദിവസമായി. പിന്നെ വന്ന ആരോപണങ്ങൾ മുഴുവൻ എന്താണ്? ഇത് മുഴുവൻ നേരത്തെ അറിയാമായിരുന്നു. ഞാൻ മുഖ്യമന്ത്രിയായത് മെയ് 18-ാം തീയതിയല്ലേ. ഞാനെങ്ങനെ നേരത്തെ അറിയുന്നത്? പക്ഷെ പിന്നീട് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ 1 വർഷമായി ഈ വിവാദം വന്നതിന് ശേഷം ഈ അദാനി പോർട്ട് MSCയുമായി 1 വർഷമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക. ആദ്യം അറിയുന്ന ആർക്കാണ്? ജൂൺ 5-ാം തീയതി 2026 ദേശാഭിമാനി പത്രം, വിഴിഞ്ഞത്ത് വരും MSC ടെർമിനൽ, ഓഹരി വാങ്ങാനുള്ള ചർച്ച വേഗത്തിലാക്കി. ജൂൺ 5.
ഞങ്ങളുടെ MD അവിടെ ചാർജ് എടുക്കുന്നത് ജൂൺ 11 ആണല്ലോ. ജൂൺ 11 ഞങ്ങളുടെ MD അവിടെ രാജായി. അതിനു മുമ്പ് അറിയാമായിരുന്ന ഏക പത്രം ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയുടെ സോഴ്സ് എന്താണ്? ഗവൺമെൻറ്റാണ് ദേശാഭിമാനിയുടെ സോഴ്സ്. ആ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആ കഴിഞ്ഞ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുത്ത ആളുകളാണ് ദേശാഭിമാനിയുടെ സോഴ്സ്. നിങ്ങൾക്ക് ഒരു മാധ്യമങ്ങൾക്കും കിട്ടാത്ത വാർത്ത വിഴിഞ്ഞത്ത് വരും. ഞാനിപ്പോഴാണ് കാണുന്നത്, ഇന്നലെയാണ് കാണുന്നത്. വിഴിഞ്ഞത്ത് വരും MSC ടെർമിനൽ ഓഹരി വാങ്ങാനുള്ള ചർച്ച വേഗത്തിലാക്കി. അപ്പം ഞങ്ങളുടെ MD അവിടെ ചാർജ് എടുത്തതിന് ശേഷമല്ല, അതിനു മുൻപ് അവിടെ MD ഉണ്ടായിരുന്നു, ഗവൺമെൻറ് ഉണ്ടായിരുന്നു, പോർട്ടും മന്ത്രി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഗവൺമെൻറ്റിന് അറിയാമായിരുന്നു MSC ആയിട്ടുള്ള. എന്നിട്ടത് ഞങ്ങളുടെ തലയിൽ കൊണ്ട് വയ്ക്കാൻ നോക്കുക. ഇതെങ്ങനെ വന്നു ഈ വാർത്ത? എവിടെ നിന്ന് കിട്ടി ഈ സോഴ്സ്? ദേശാഭിമാനി പത്രത്തിൽ എവിടെ നിന്നാണ് ഈ സോഴ്സ് കിട്ടിയത്? 5-ാം തീയതി MSC വരും. എന്നിട്ട് അതിൽ വേറെ വാർത്ത കൂടിയുണ്ട്. LDF സർക്കാർ സംഘടിപ്പിച്ച വിഴിഞ്ഞം കോൺക്ലേവിൽ MSC കമ്പനിയിലെ പ്രമുഖർ പങ്കെടുത്തിരുന്നു. ഇത് 2025 MSC കമ്പനി നടത്തി LDF സർക്കാർ സംഘടിപ്പിച്ച വിഴിഞ്ഞം കോൺക്ലേവിൽ MSC കമ്പനിയിലെ പ്രമുഖർ പങ്കെടുത്തിരുന്നു. ഇനി ജൂലൈ 1 വാർത്ത നിങ്ങളെല്ലാം വാർത്ത കൊടുത്ത ദിവസത്തെ ദേശാഭിമാനിയുടെ വാർത്ത. വിഴിഞ്ഞത്ത് 13,000 കോടി രൂപയുടെ നിക്ഷേപം. MSC ഗ്രൂപ്പ് 49% ഓഹരിയെടുക്കും. അടുത്ത വാചകം കേട്ടോളാം. LDF സർക്കാരിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ വിജയമാണ് വിദേശ നിക്ഷേപം.